ബീഹാറിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു വന്ന പാർട്ടിയാണ് പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടി. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം വന്നപ്പോൾ ഒരു തരത്തിലും മുന്നേറാൻ ഈ പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. പാർട്ടിയുടെ പ്രതീക്ഷയ്ക്ക് വലിയ മങ്ങലേൽക്കുന്ന ജനവിധി തന്നെയാണ് ബീഹാറിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ചില എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ 0 സീറ്റുകളാണ് പാർട്ടിക്കെന്ന് പറയുകയും ചെയ്തിരുന്നു. അത് ഏറെക്കുറെ യാഥാർത്ഥ്യമാകുന്ന തരത്തിലായിരുന്നു ജനങ്ങളുടെ വിധി. അഭിഭാഷകരും ഒപ്പം തന്നെ ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ പ്രമുഖരെ സ്ഥാനാർത്ഥികളാക്കിയായിരുന്നു JSP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ അതൊന്നും പാർട്ടിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കിയത് ഒരു തരത്തിലും പുതിയൊരു പാർട്ടിയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ്. ബീഹാറിൽ 150 സീറ്റിന് മുകളിൽ കിട്ടുമെന്നും അതിൽ കുറഞ്ഞുള്ളതെല്ലാം പരാജയമായി കണക്കാക്കുമെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രശാന്ത് കിഷോർ പറഞ്ഞത്. പക്ഷേ അക്കാര്യങ്ങൾ മാത്രമല്ല, ഒരു സീറ്റ് പോലും നേടാൻ പ്രശാന്ത് കിഷോറിൻ്റെ ഈ പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ദയനീയമായ പരാജയം. എല്ലാ പാർട്ടിയെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങിയ പ്രശാന്ത് കിഷോറിന് സംഭവിച്ചത് വലിയ വെല്ലുവിളികളായിരുന്നു. പക്ഷേ ഈ കാലയളവിലൊക്കെ അവർ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചില പ്രതികരണങ്ങളും ഒപ്പം തന്നെ ചില പ്രചരണങ്ങളും ഒക്കെ നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഫലവത്തായില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഫലത്തിലൂടെ വ്യക്തമാകുന്നത്. റോഹ്താസ് ജില്ലയിലെ കൊണാർ ഗ്രാമത്തിൽ നിന്നുള്ള കിഷോർ സംസ്ഥാനത്തെ 243 മണ്ഡലങ്ങളിലും ജൻസ്വരാജ് സ്ഥാനാർത്ഥികളെ നിർത്തി. ദർഭംഗ, ജോക്കിഘട്ട്, മർഹൌറ, ചിരായ എന്നിവയുൾപ്പെടെ ഏകദേശം 15 സീറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ശക്തമായ പോരാട്ടം നടത്തുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അതെല്ലാം യാഥാർത്ഥ്യമല്ലാതെ ആയിരിക്കുന്നു. 48-കാരനായ കിഷോർ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന നേതാവായി ഉയർന്നു വന്നേക്കില്ല എങ്കിലും ജൻസ്വരാജ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റത്തിൽ സൃഷ്ടിച്ച കോളിളക്കം ആർക്കും നിഷേധിക്കാനാവില്ല. തൊഴിൽ, കുടിയേറ്റം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു കിഷോർ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയത്. പക്ഷേ സംസ്ഥാനത്തെ വോട്ടർമാർക്കിടയിൽ ജൻസ്വരാജിന് വലിയ സ്വീകാര്യത ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളായിരുന്നു ഉള്ളത്. ഒന്ന്, ബീഹാറിലുടനീളം 2 വർഷത്തെ പദയാത്രയ്ക്ക് ശേഷം 2024 ഒക്ടോബർ 2 മാത്രമാണ് കിഷോർ പാർട്ടി സ്ഥാപിച്ചത്. ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു പാർട്ടി കെട്ടിപ്പടുക്കുവാൻ 3 വർഷത്തെ കാലയളവ് പര്യാപ്തമല്ല എന്നുള്ളതാണ്. രണ്ടാമതായി, ബീഹാർ ആഴത്തിൽ വേരൂന്നിയ ജാതിഘടനയ്ക്ക് മുകളിൽ ഉയർന്നു വരുന്നത് ഏതൊരു പാർട്ടിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുതന്നെയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിധി തെളിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വിധിക്കൊക്കെ മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത്, എനിക്ക് ഇനിയും പ്രായം കുറച്ചേ ആയിട്ടുള്ളൂ, 48 വയസ്സ് മാത്രമാണ് തനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ 5 വർഷം കാത്തിരിക്കാൻ താൻ തയ്യാറാണ്. 5 വർഷം ഈ ജനങ്ങൾക്കൊപ്പം വീണ്ടും ചെലവിടാൻ താൻ തയ്യാറാണ്. അവർക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധികൾ പഠിച്ച് അവർക്കൊപ്പം നിന്നുകൊണ്ട് അടുത്ത തവണ ഈ തെരഞ്ഞെടുപ്പിനെ നേടുകയും ഒപ്പം തന്നെ തൻ്റെ പാർട്ടിക്ക് കാര്യമായ രീതിയിലുള്ള സീറ്റ് ലഭ്യമാകുമെന്നും അദ്ദേഹം ഇപ്പോഴും ഉറച്ചു പറയുകയും ചെയ്യുന്നു. എന്തായാലും 150 സീറ്റുകളിൽ കുറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫലമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനവിധിയാണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞ നേതാവിൻ്റെ വാക്കുകളാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഒരു സീറ്റ് പോലും നേടാനാകാതെ പ്രശാന്ത് കിഷോർ എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ്റെ പാർട്ടി ദയനീയമായി ബീഹാറിൽ പരാജയപ്പെട്ടിരിക്കുന്നു.